ഹലോ ഗൈസ്, ഹോം സ്റ്റൈൽ ഹബിലേക്ക് സ്വാഗതം. ഹോം സ്റ്റൈൽ ഹബിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് രുചികരമായിട്ടുള്ള ഒരു യിപ്പി നൂഡിൽസ് ആണ്. അതിനായി ആദ്യമായിട്ട് ആവശ്യമുള്ളത് ഒരു സവാള നീളത്തിനരിഞ്ഞത് ചെറുതായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ക്യാരറ്റ് എടുക്കാം. ക്യാരറ്റ് അരിഞ്ഞത്. ആദ്യം സ്റ്റൗ ഓൺ ചെയ്യുക. അതിലേക്ക് ഒരു പാത്രത്തിലേക്ക് വെള്ളം നിറച്ച് വെക്കുക. ആവശ്യത്തിനുള്ള, ഞാനിവിടെ 2 പാക്കറ്റ് യിപ്പി ആണ് എടുക്കുന്നത്. അപ്പം അതിനായിട്ടുള്ള ആവശ്യമുള്ള വെള്ളം എടുക്കുക. വെള്ളം ഒന്ന് ചെറുതായി തിളച്ച് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് യിപ്പി നൂഡിൽസിന്റെ ആ മസാലയില്ലേ, അതിന്റെ ഒരു പാക്കിന് 3/4 ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേർത്ത് അത് അത്യാവശ്യം ഒന്ന് തിളച്ചും കൂടെ വരട്ടെ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന യിപ്പി അതങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യിപ്പി നൂഡിൽസ് ഇടാം, പൊട്ടിച്ചോ പൊട്ടിക്കാതെ ഇടാം. ഇതിൽ ഈ പാക്കറ്റിൽ തന്നെ കുറച്ച് പൊടിഞ്ഞായിരുന്നു കിടന്നിരുന്നത്. അത്യാവശ്യം തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇതിൻ്റെ വെള്ളം ഒത്തിരി പറ്റണ്ട. ഏകദേശം ഈ ഒരു പരുവാകുമ്പോഴത്തേക്കിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് അടുത്തത് ചെയ്യാം. തിളപ്പിച്ച ആ നൂഡിൽസ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്ത പ്രോസസ്സിനായി നമുക്ക് സ്റ്റൗ കത്തിക്കാം. ഞാൻ സെയിം പാത്രം തന്നെയാണ് എടുക്കുന്നത്. എല്ലാ പാത്രവും കൂടെ വലിച്ചു വരണ്ടല്ലോ എന്ന് കരുതി അത് കഴുകിയിട്ട് അത് തന്നെ എടുത്തു. തീ ഒന്ന് കുറച്ച് വെക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ആ സവാളയും ക്യാരറ്റും നല്ലപോലെ ഒന്ന് മൂപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്ത് കഴിയുമ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ശരിക്കും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പിന്നെ ഞാൻ ഓർത്തപ്പോഴാണ് അത് ലാസ്റ്റ് ഒന്ന് കോരിയപ്പോൾ അതൊന്നെടുത്ത് മാറ്റിയിട്ടത്. ഈ സെയിം എണ്ണയിലേക്ക് നമുക്ക് സവാള അരിഞ്ഞു വെച്ചത് ഇട്ട് കൊടുക്കാം. അതും നന്നായി ഒന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നന്നായി ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ നമുക്ക് സവാള വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. നമ്മൾ മുന്നേ മൂപ്പിച്ച് വെച്ച ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കൊന്നുകൂടെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാല താഴെ പോയിട്ടുണ്ട്, വൃത്തിയാക്കാം. ഈ മസാല നമുക്ക് ബാലൻസ് ഉള്ളത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുന്നത്, ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സവാളയും ക്യാരറ്റും നന്നായി മൂപ്പിച്ചത്. ഇനി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നന്നായി ഒരു പരുവായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ച് യിപ്പി നൂഡിൽസ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇച്ചിരി വെള്ളത്തോടുകൂടിയാണ് നമ്മൾ മാറ്റി വെച്ചത്, കാരണം ഇത് പെട്ടെന്ന് കട്ടി പിടിക്കും. അപ്പം അത് കട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് വെള്ളത്തോടുകൂടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ടി പിടിക്കില്ല. നിങ്ങൾക്കിത് അല്ലാതെയും ചെയ്യാം. നിങ്ങൾക്ക് ആദ്യമേ സവാളയും ക്യാരറ്റും ഇട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട്
മസാലയൊക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പി നൂഡിൽസ് ഇട്ട് ചെയ്യാം. ഇങ്ങനെയും ചെയ്യാം. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം. നിങ്ങൾക്ക് അങ്ങനെയും ട്രൈ ചെയ്ത് നോക്കാം. ഇത് പ്രോപ്പർ എന്താ പറയുന്നത്, നമ്മളുടെ തന്നെ ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. അതറിയാലോ, ഇപ്പം നൂഡിൽസ് ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇത് എൻ്റെ ഒരു സ്റ്റൈല്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ കഴിക്കുന്നത്. കാരണം ഈ എണ്ണയിൽ ഈ ക്യാരറ്റും സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് നമുക്ക് ഈ നൂഡിൽസിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മാഗി ആണെങ്കിലും യിപ്പി ആണെങ്കിലും നല്ല ടേസ്റ്റ് ആയിരിക്കും. ടേസ്റ്റി ആയിട്ടുള്ള യിപ്പി നൂഡിൽസ് റെഡി ആയിരിക്കുകയാണ്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ചൂട് വറക്കുന്നുണ്ടല്ലേ, ഒത്തിരി ചൂടോടുകൂടി ഒത്തിരി തണുത്തിട്ടും കഴിക്കാതിരിക്കുക. ഒരിളം വരുമ്പോൾ കഴിക്കുക. അതിനുശേഷം ഞാൻ തേയില വെള്ളം കൂടെ ഇട്ടിരുന്നു, അതുകൂടെ കൂട്ടി കഴിക്കുക. നല്ല ടേസ്റ്റാണ്.